എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്ക് മോഡലിലുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 3 മീറ്ററിലുള്ള ഒരു തുണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് റയോൺ ടൈപ്പിലുള്ള തുണിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്, കോട്ടൺ അല്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 2 പീസ് തുണി, അതായത് നമ്മൾ 4ആയിട്ട് മടക്കിയിടുമ്പോൾ 4ആയിട്ട് മടക്കിയിടണം. അങ്ങനെ 2 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം തെന്നി പോകുന്ന തുണിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പീസ് തുണി, 2 പീസ് തുണി, അതിൽ 4 പീസ് കാണും കേട്ടോ. കണ്ടോ, 1 2 3 4, മനസ്സിലായി, 4 പീസ് കാണും. ഇനി നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്കണം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് എത്രയാണ് നമുക്ക് വേണം അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂടുതലെടുക്കണം. ഇപ്പോൾ എനിക്ക് വേണ്ട 14.5 അപ്പോൾ ഞാൻ 1 ഇഞ്ചും കൂടെ കൂടി 15.5 എടുത്തു. നിങ്ങൾക്ക് 13.5 വേണ്ടതെങ്കിൽ നിങ്ങൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 14.5 എടുക്കണം. അത്ര നീളത്തിലായിരിക്കണം തുണി കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതിൽ അളവ് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിതിൽ നെക്ക് ഞാനൊരു 6 ഇഞ്ച് എടുക്കുകയാണേ. 6 ഇഞ്ചാണ് ഞാൻ നെക്ക് വിട്ട് എടുക്കുന്നത്. 6 ഇഞ്ചല്ല, പിന്നെ നെക്ക് വിട്ട് ഞാൻ 3 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ചോക്ക് വ്യക്തമാവുന്നില്ലായിരിക്കും. ഇത് ഏത് കളർ ചോക്കിട്ട് വരച്ചാലും ഇതിൽ വ്യക്തമല്ല. അപ്പോൾ ഞാൻ പറയാനൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. നെക്ക് വിടുത്ത് 3 ഇഞ്ചാണ് എടുത്ത് നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് തച്ച് വരുമ്പോൾ അത് 3.25 3.5 അടുപ്പിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഷോൾഡർ വീതി എന്ന് പറഞ്ഞാൽ 2.5 മതി. അപ്പോൾ 2.5 എടുക്കുന്നത് നമ്മൾ ഇവിടെ ഇപ്പോൾ 3 വന്നു. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ 3.5 വരും. അതിന് ശേഷം വേണം നമ്മൾ നെക്ക് വിട്ട് മാർക്ക് ചെയ്യാൻ 2.5. പിന്നെ ഷോൾഡർ സ്ലീവും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് എടുക്കണം. മനസ്സിലായോ? ഷോൾഡർ ജോയിനിങ്ങിന് സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്ക് വിട്ട്, ഇപ്പം നിങ്ങൾക്ക് 2.5 മതിയെങ്കിൽ നിങ്ങൾ 3.5 എടുത്തിട്ട് 2.5 മാർക്ക് ചെയ്ത് 3 ഇഞ്ച് എടുത്തിട്ട് അവിടെ നിന്ന് വേണം ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ 2.5 നിന്ന് മാർക്ക് ചെയ്താൽ ഇവിടെ നെക്ക് മടക്കി അടിച്ചൊക്കെ വരുമ്പോൾ വീണ്ടും ഷോൾഡർ അവിടെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് അതിന് ശേഷം വേണം ഷോൾഡർ അളക്കേണ്ടത്. ഷോൾഡർ അളന്നിട്ട് അതിന് ഷോൾഡർ എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. മൊത്തത്തിൽ ഞാൻ ഇവിടെ എത്ര എടുത്തിട്ടുണ്ട്? 6 ഇഞ്ച്, 6.25 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ ആം ഹോള് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുന്നത് ഇത് ചോക്ക് തെളിയുന്നില്ല, ചോക്ക് ഒട്ടും തെളിഞ്ഞ് കാണുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഇവിടെ നിന്ന് നെക്ക് വിടുത്ത് ഷോൾഡർ എടുത്തു, തിരിച്ച് അവിടെ നിന്ന് ആം ഹോൾ എടുത്തു. ഇനി ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് കെർവ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്കിവിടെ അതിന് ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ചെസ്റ്റ് ഞാൻ 12 എടുക്കുന്നത്. ചെസ്റ്റ് ഞാൻ 12 എടുക്കുന്നത്. ബാക്കി തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ അളന്ന് നോക്കണം. നമ്മൾ ഇവിടെ ഇറക്കി 6 ഇഞ്ച് തന്നെ ഇവിടെയും ഉള്ളതെന്ന് കണ്ടോ. എന്നിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോവും. ഇതാണ് കറക്റ്റ് ഷോൾഡർ 12. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കെറിവ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് അളന്ന് നോക്കണം കറക്റ്റായിട്ട് ആംഗിൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അളന്ന് നോക്കണം. കണ്ടോ, നമുക്ക് അളന്ന് നോക്കാം. ഇവിടെ നിന്ന് അളക്കണമെങ്കിൽ നമുക്ക് ഇത് 10 കിട്ടുന്നുണ്ട്. കണ്ടോ, എനിക്ക് 10 വേണ്ടത്. അത് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് ലൂസായിട്ടാണ് എടുക്കുന്നത്, ഒരുപാട് ഇറുകിയല്ല തയ്ക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 12 തന്നത്. എനിക്ക് 11.5 അടുപ്പിച്ച് മതി. പക്ഷെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് 12 ചെസ്റ്റ് എടുത്തത്. അപ്പോൾ ആം ഹോൾ അതനുസരിച്ച് നമുക്കിവിടെ കൂടും. അപ്പോൾ ഞാൻ ഇവിടെ എത്രയാണ്? 6.25 എടുത്തത്. 6 എടുത്തിട്ടുണ്ട്. എന്തോന്ന് 6 ഞാൻ ആം ഹോൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇനി എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ലെന്ത് അനുസരിച്ചിട്ടാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ അളക്കണ്ട. ഇനി ഇവിടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 കൂടെ കൂട്ടി 12.5 കേട്ടോ. 10.5 കറക്റ്റ് ഉള്ളത്. 2 ഇഞ്ചും കൂടി കൂട്ടി 12.5 എടുത്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് കൂട്ടിയിട്ടുള്ള. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കും. കണ്ടോ,
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഇവിടെ വേസ്റ്റ് ലെന്ത് നമ്മൾ കറക്റ്റാണ് അളന്നിരിക്കുന്നത്. 14.5 നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിന് അളക്കണ്ട. അവിടെ നിന്ന് 10.5 കറക്റ്റ് ഉള്ളത്. അതിന് 2 ഇഞ്ചും കൂടി കൂട്ടി 12.5 എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് തയ്യൽ തുമ്പില്ലേ, നമ്മൾ ചെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സീവലൻസ് ഉണ്ട്, അവിടെ നിന്നും മറ്റേ ഇതിൻ്റെ സീവലൻസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. നെക്ക് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് നെക്കിൻ്റെ ലെന്ത്, ബാക്കിൽ ഞാൻ നെക്ക് ലെന്ത് ഒരു 3.5 എടുക്കുന്നുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. തെന്നിപ്പോയ തുണിയാണ്, വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ എടുക്കാൻ കണ്ണു മുന്നിൽ. എന്നിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. ഇത് ബാക്ക് നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് നെക്കെന്ന് പറയുന്നത് ഒരു 6 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 5.5 കിട്ടിക്കോളും കേട്ടോ. ഇവിടെയും 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് റൗണ്ട് നെക്ക് തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടോ. നെക്ക് ലെന്ത് ബാക്ക് നെക്ക് 3.5 എടുത്തു, ഫ്രണ്ട് നെക്ക് 6 എടുത്തു. തയ്ച്ച് വരുമ്പോൾ ബാക്ക് നെക്ക് 3 ഫ്രണ്ട് നെക്ക് 5.5 റൗണ്ട് നെക്കാണ് വരച്ചിരിക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്തെടുക്കാം, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ. ബാക്ക് നെക്ക് നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഫ്രണ്ടിൽ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കണ്ടോ. തെന്നിപ്പോവും, മാറിപ്പോവും തുണി. അങ്ങനത്തെ തുണിയാണ്, പക്ഷെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. ഇത് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് നെക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. ഇത് ഇങ്ങനെ തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്താൽ കണ്ടു. നേരെ തെന്നിപ്പോയിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് വെച്ചിരുന്നു, അതൊന്ന് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ നിവർത്തിയിട്ട് നോക്കാം. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് കണ്ടോ. തിരിച്ചിട്ട് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളൊന്ന് കട്ട് ചെയ്യണം. ഞാൻ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ നെക്കിൻ്റെ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പുറത്തത് ഇട്ടതിന് ശേഷം ആം ഹോൾ പിന്നെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. ബാക്കുമായി ഫ്രണ്ടുമായി കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വന്ന് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നമുക്ക് ആം ഹോൾ എത്രയുണ്ടെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കണം. ഇങ്ങനെ വച്ചിട്ട് 12 ഇഞ്ചുണ്ട്. ഒരു 11.5 നമുക്ക് സ്ലീവിൻ്റെ എന്ത് വേണം, പിന്നെ വണ്ണം വേണം. പക്ഷെ നമ്മളിനി 1/2 ഇഞ്ച് ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചോളം ഇതിനെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിവ് അവിടെ ചുളിവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1/2 ഇഞ്ചോളം. തുണി വളരെ പാടാണ് നമുക്ക് തയ്ക്കാനും വെട്ടാനും ഒക്കെ. വളരെ ഇങ്ങനെയുള്ള തുണി എടുക്കുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാ അളവും തെറ്റിപ്പോവും. എന്താ ഇതിൻ്റെ ഫ്രണ്ടും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെയാണ് കുഴിച്ച് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ആം ഹോൾ അളന്ന് നിങ്ങൾ കണ്ടല്ലോ 12 ഇഞ്ചാണ്. നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ പോയിട്ട് 11.5. അപ്പോൾ 11.5 നമുക്ക് തുണിക്ക് വണ്ണം വേണം. ഞാൻ ലെങ്തിൻ്റെ കാര്യമല്ല, വണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പീസ് അതിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കാം എത്രയാണെന്ന്. ഒരു 12 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 11.5 നമുക്ക് 12 എടുക്കത്തി, കൂടി കിടന്നാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. 12 കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ലെങ്ത് എനിക്ക് കിട്ടുന്നത് ഞാനൊരു 10 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അരയിഞ്ച് പോകും, 9.5, ഇവിടെ അരയിഞ്ച്, ഒരു 9 ഇഞ്ചോളം നമുക്ക് സ്ലീവിന് കിട്ടും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കും. അര ഇഞ്ച് ഇവിടെ മടക്കി അടിക്കുക. അങ്ങനെ 1 ഇഞ്ചും മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ, അവിടെ ജോയിൻ ചെയ്യാൻ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുത്തോണം. എനിക്കിപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് 10 ഉണ്ട്, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് 9 കിട്ടിക്കോളും. ഇനി നമുക്കിവിടെ നിന്ന് ഒരു 3 ഇഞ്ചോളം താഴ്ത്തി വരയ്ക്കാം. ഇത്രയും പീസ് വേറെയാണ്, ഞാൻ ഇത് മടക്കി ഇട്ടിരിക്കുന്നതാണ്. അളവനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇതാ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ തുണി. ഇതാ 12 ഇഞ്ചോളം വരുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചോളം താഴ്ത്തി വരയ്ക്കാം. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വരയ്ക്കണം കേട്ടോ. നിങ്ങളെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണ്ട്, എനിക്ക് ചോക്ക് തെളിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വളച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക, കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യത്തും കൂടെ കൂട്ടി 8.5 എടുക്കുന്നുണ്ട്. തയ്യത്തും കൂടെ കൂട്ടിയാണ് 8.5. എന്നിട്ട് അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു സ്ലീവാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ വെച്ച് നമുക്ക് വേറെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട്. അതാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. കോട്ടൺ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത്, ഇപ്പം വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇപ്പോഴേ കണ്ടോ, സ്ലീവ് വന്നിട്ടുണ്ട്, കണ്ടോ. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് നമുക്ക് മാറിപ്പോകും. ഇനി ഇതേ അളവ് വെച്ച് നമുക്ക് ഒരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. എന്നാൽ ഞാൻ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് എനിക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൽ ഒരു പീസില്ലേ, അതിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത് നമ്മൾ പിന്നെ നമ്മൾ ടോപ്പിന് വെട്ടിയെടുത്തതിൻ്റെ ബാക്കി തുണിയില്ലേ സ്കേർട്ടിന് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ഈ തുണി കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടോ. ഇവിടെ നിന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്, എങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലാത്ത അപ്പം ഇനി ഇത് നമുക്ക് ലെവലായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നാലും നമുക്കിനി അംബ്രല്ല കട്ട് പോലത്തെ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുണി തികയത്തുള്ളൂ. ഇനി ഇതിനെ അങ്ങ് നമുക്ക് ലെവലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്രയും തുണിയാണ് നമുക്ക് സ്കേർട്ടിനായിട്ട് ഇടേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് മടക്കി ഇടുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. തുണി ഞാൻ 2ആയിട്ട് മടക്കി ഇട്ടേക്കാണ്. ബാക്കി വന്നില്ലേ തുണി, അത് 2ആയിട്ട് മടക്കി ഇട്ടേക്കാണ്, കണ്ടോ. 2ആയിട്ടാണ് ഈ തുണി മടക്കി ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കോർണർ ഭാഗമില്ലേ, അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ മറ്റേ ടോപ്പ് ഭാഗമില്ലേ, അതിവിടെ വച്ച് നോക്കണം, കണ്ടോ. ഇവിടെ മുതൽ ഇത് എവിടെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നത്, കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ചാൽ കുറച്ച് വെളിയിൽ ചാടിപ്പോവും. ഇത് രണ്ടും ഇതിലെവിടെയാണോ കറക്റ്റായിട്ട് വരുന്നത് അവിടെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം, കണ്ടോ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ. ഇപ്പോൾ ഇതില്ലേ, ഇതാ കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ വെളിയിലോട്ട് ചാടും. ഇത് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കണം. ഈ സൈഡും കറക്റ്റായിട്ട് വരണം, കണ്ടോ. എന്നിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്യണം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ട് ഇങ്ങനെ വളച്ചൊരു ഷേപ്പ് ഇങ്ങനെ കൊടുത്ത് ഇതിനെ കട്ട് ചെയ്തെടുക്കാം, കേട്ടോ. കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആ ഭാഗം. ഇനി നമുക്ക് താഴോട്ടുള്ള ലെങ്ത് ഒന്ന് അളന്ന് നോക്കണം. ഇപ്പം ഞാൻ ഇവിടെ ടേപ്പ് വെച്ചേക്കുന്നത് കണ്ടോ, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഫുൾ ലെന്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫുൾ ലെന്ത് വേണം, 32 അതാണ് ഞാൻ ഇവിടെ അളന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഇതേ അളവ് വേണം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 32, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 32, തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 32, അങ്ങനെ ചെയ്തിട്ട് സർക്കിൾ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് മുട്ടിക്കണം, കണ്ടോ. ഞാൻ വരച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കിൾ പോലെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. എല്ലായിടത്തും ഒരേ അളവ് തന്നെ വേണം. ഇവിടെ എടുക്കേണ്ട 32 തന്നെയാണ് സകലയിടത്തും എടുക്കേണ്ടത്, എല്ലാ സൈഡിലും നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴേ സർക്കിളായിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഇത്രയും ഉള്ള ലെന്ത് എടുത്തു.
ഇവിടെ നമുക്ക് അവിടെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് 32 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതേ അളവ് മാത്രമേ എല്ലാ സൈഡിലും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഫുൾ ലെന്ത് വേണ്ടത് മൊത്തത്തിൽ, അതിൽ നിന്ന് യോക്കിൻ്റെ ഭാഗം മൈനസ് ചെയ്യണം, എന്നിട്ട് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കുറച്ചുകൂടി നീളം വേണ്ടത് കൊണ്ടാണ് ഇത്രയും ലെന്ത് എടുത്തത്. നിങ്ങൾക്ക് യോക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം 55 നിങ്ങൾക്ക് ഫുൾ ലെന്തെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 14 കുറയ്ക്കണം. തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട, കുറച്ചിട്ട് പിന്നെ വേണം നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. നമുക്കത് അപ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് വരും. ഇതാ കണ്ടോ, സർക്കിളായിട്ട് വരും. ഇതും വേണ്ട കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് ഞാൻ 2ആയിട്ട് മടക്കിയുള്ള കാര്യമാണ്. 4ആയിട്ട് മടക്കുമ്പോൾ വളരെ വ്യത്യാസം വരും. നിങ്ങൾ 2ആയിട്ട് മടക്കി ചെയ്യാൽ മതി കേട്ടോ, അതായിരിക്കും കൂടുതൽ സൗകര്യം. 2ആയിട്ട് മടക്കിയിട്ട് ഞാൻ വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നും കൂടി വീഡിയോ കാണണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം എത്രയാണോ ലെങ്ത് വേണ്ട അതിൽ നിന്ന് യോക്ക് ഭാഗം കുറയ്ക്കണം. തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്തിന് 15 എടുത്തില്ല, 15 എടുക്കരുത്, 14 എടുക്കാവൂ, 14 എടുക്കാവൂ. അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗത്തിലും നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ തയ്യൽ തുമ്പ് കൂട്ടാതെ വേണം എടുക്കാൻ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ട്? ഇതിപ്പം എനിക്ക് ഇത്ര ലെങ്ത് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നിവർത്തിയിട്ട് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം ഇതിപ്പം കട്ടിങ് കൂടെ ഇല്ല, കട്ടിങ് അല്ല, സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം കട്ടിങ് തന്നെ ഇപ്പോൾ ലെന്ത് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം സ്റ്റിച്ചിങ് കൂടെ ആകുമ്പോഴത്തേക്ക് ലെന്ത് ഒരുപാട് ഇതായി പോവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.